ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിളാണ് കേട്ടോ. സോ നമ്മൾ ഡൽഹി വന്നിട്ട് കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ലോട്ടസ് ടെമ്പിളിലും ഇസ്കോൺ ടെമ്പിളിലും പോയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ കയറുന്നതിന് മുമ്പുള്ള ആ ഒരു സ്ട്രക്ചറാണ്. കൂടുതൽ പേര് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ സ്ട്രക്ചർ കാണാനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല രസമുള്ളതാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 പൂളുണ്ട് കേട്ടോ. മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് 2 പൂളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 2-4 പൂളുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെരുപ്പും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ നമുക്ക് അലൗഡ് അല്ല കേട്ടോ. മൊബൈൽ ഫോൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഫോൺ സൈലൻറ്റിലാക്കിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അകത്ത് വലിയ ഇതൊന്നുമില്ല. കാരണം ഇതിൻ്റെ അകത്ത് പുറത്ത് സ്ട്രക്ചർ കാണാനാണ് നമ്മൾ വന്നത് കേട്ടോ. അകത്തെന്ന് വെച്ചാൽ വലിയൊരു പ്രെയർ ഹോൾ പോലെ ഐറ്റാണ് കേട്ടോ. അകത്ത് അത്യാവശ്യം നല്ല സ്പേസുള്ള കുറേ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഉള്ള ഐറ്റായിരുന്നു. അതെന്ന് വെച്ചാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇത് ഡൽഹിയിലെ വ്ളോഗ് പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ലോട്ടസ് ടെമ്പിൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നാളെയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇസ്കോൺ ടെമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇസ്കോൺ ടെമ്പിളും ലോട്ടസ് ടെമ്പിളും ഏകദേശം അടുത്തടുത്താണ്. പിന്നെ നമ്മൾ കയറി പോകുമ്പോൾ കണ്ടോ ഇതേപോലെയുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ചപ്പലിടാൻ പറ്റും, പക്ഷെ അകത്തോട്ടുള്ളൂ നമുക്ക് സ്ലിപ്പേഴ്സ് എൻട്രി അല്ലാത്തത്. അതേപോലെ തന്നെ അകത്ത് വീഡിയോസും എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ നമ്മൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.